വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 5 33 മുതലുള്ള തിരുവചനങ്ങൾ. വ്യാജമായി ആണയിടരുത്. കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്. സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും അരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറൂസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ മാസം 13-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ ഇരിക്കുമ്പോൾ കുടുംബനാഥനായ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഈശോയുടെ അടുത്തിരിക്കാൻ, ഈശോയുടെ സ്വരം കേൾക്കാൻ ഈ രാത്രിയിൽ നമുക്ക് കൃപ ലഭിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോ, പ്രൈസ് ദി ലോർഡ്. ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം നമ്മുടെ വാക്കുകൾ എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ വാക്കിന്, ഓരോ വാക്കിനും പണത്തൂക്കം ഉണ്ടാകണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഓരോ വാക്കും വിലയുള്ളതായിരിക്കണം. ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വാക്കുകൾ ആ വാക്കുകളിൽ തന്നെ വിലയുള്ളതായിരിക്കണം. ചിലപ്പോൾ പണത്തൂക്കത്തിന് പകരം വാക്കുകൾ പഴഞ്ചാക്ക് പോലെ ആകാറുണ്ട്, വിലയില്ലാത്തത് ആയി തീരാം. ഈശോ പറയുകയാണ്, നിങ്ങളുടെ വാക്കുകൾക്ക് അതിൽ തന്നെ ഓതൻറ്റിസിറ്റി ഉണ്ടാകട്ടെ. അതാണ് നിങ്ങൾ ശപഥം ചെയ്യേണ്ട ആവശ്യം വരരുത്. നിങ്ങളുടെ വാക്കുകൾക്കുള്ള മൂല്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള വസ്തുക്കളെ പിടിച്ച്, നമ്മൾ പറയാറുണ്ട് അമ്മയാണേ സത്യം, അപ്പനാണേ സത്യം, മക്കളാണേ സത്യം എന്നൊക്കെ പറയാറുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സത്യത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവ ചൈതന്യമാണ്. നമ്മുടെ വാക്കിന് നമ്മിൽ തന്നെ വിലയുണ്ടാകണം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമാണ്. ഈശോ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ നിന്നെക്കുറിച്ച് തന്നെ നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്. അതായത് നിന്റെ ശിരസിലുള്ള ഒരു മുടിയഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. സത്യസന്ധമായിരിക്കട്ടെ നിന്റെ വാക്കുകൾ.
നിൻ്റെ ഹൃദയത്തിലുള്ളതും നിൻ്റെ അധരത്തിലുള്ളതും തമ്മിൽ പൊരുത്തമുണ്ടാകട്ടെ. ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറമേ മറ്റൊന്ന് പറയാതിരിക്കുക എന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സത്യത്തെക്കുറിച്ചാണ്. ഉള്ളിലുള്ള സത്യവും വാക്കിലുള്ള സത്യവും, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം എന്നതാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും വീഴ്ചകൾ വന്നു പോകാറുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ചെയ്യരുതെന്ന് ചിന്തിക്കുന്ന തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത് എന്ന്. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമുക്ക് വന്നുപോയ വീഴ്ചകൾ, ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ആഗ്രഹങ്ങളിൽ, നിലപാടുകളിൽ വന്നുപോയ വീഴ്ചകൾ, അതുപോലെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് കർത്താവ് നന്മകൾ ചെയ്യാൻ അവസരങ്ങൾ തന്നിട്ട് അത് ചെയ്യാതിരുന്ന സമയങ്ങൾ, സിൻ ഓഫ് ഒമിഷൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ ചെയ്യാൻ കഴിയുമായിരുന്ന നന്മകൾ, പ്രത്യേകിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്ന നന്മകൾ ചെയ്യാതിരുന്നതിനെ ഓർത്ത്, ദൈവത്തെ പ്രതി ചെയ്യാമായിരുന്ന, മനുഷ്യസ്നേഹത്തെ പ്രതി ചെയ്യാൻ കഴിയുമായിരുന്ന നന്മകൾ നമ്മൾ ചെയ്യാതിരുന്നതിനെ ഓർത്ത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മൾ അവഗണിച്ചതിനെ ഓർത്ത്, അതിനുവേണ്ടി ദാഹിക്കാതിരുന്നതിനെയൊക്കെ ഓർത്ത്, ദൈവസാന്നിധ്യത്തെ, നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവസാന്നിധ്യത്തെ നമ്മൾ അവഗണിച്ചതിനെയൊക്കെ ഓർത്ത് നമുക്ക് അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് ഈ രാത്രിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതം മുതൽ ഈ രാത്രി വരെ കർത്താവ് നമ്മുടെ മേൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ശാരീരികവും മാനസികവും ആത്മീകവുമായ വരദാനങ്ങൾ, സാമ്പത്തിക മേഖലകളിൽ നൽകിയ അനുഗ്രഹങ്ങൾ, ആത്മാവിന് നൽകിയ സ്വർഗീയമായ വരദാനങ്ങളെല്ലാം ഓർത്ത്, നമ്മുടെ കുടുംബത്തെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, മക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, നമ്മൾ ഇന്ന് അനുഭവിച്ച സ്നേഹാനുഭവങ്ങളെ ഓർത്ത്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിനെ ഓർത്ത്, ഉണ്ടായിരിക്കുന്നതിനെ ഓർത്ത്, വിജയം നൽകുന്നതിനെയൊക്കെ ഓർത്ത്, ഇന്ന് നമ്മൾ കുടിച്ച ജലം, കഴിച്ച ഭക്ഷണം, കണ്ട കാഴ്ചകൾ, കേട്ട കേൾവികൾ, ഇന്ന് ശ്വസിച്ച വായു, യാത്ര ചെയ്ത വഴികൾ, വാഹനങ്ങൾ, ധരിക്കുന്ന വസ്ത്രം, താമസിക്കുന്ന ഭവനം, എല്ലാറ്റിനെയും ഓർത്ത് ആത്മാർത്ഥമായി നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്ന ഹൃദയത്തിലേക്കാണ്, നന്ദി പറയുന്നവരുടെ ജീവിതത്തിലേക്കാണ് കർത്താവ് കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് എന്ന ആത്മീയമായ സത്യം ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അലലലലലലലല, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അലലലലല, ആരാധിക്കുന്നു, അലലലലലലലലലലലലലലല, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അലലലലലല, ഹല്ലേലൂയ, 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 അലലലലലലല, ഹല്ലേലൂയ, അലലലലലലലലലലല, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അലലലല,
കരമുയർത്തി, ശിരസിന് മുകളിൽ കരമുയർത്തി കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിൻ്റെ അഭിഷേകം കർത്താവ് നമുക്ക് എപ്പോഴും നൽകുന്നതിനെ ഓർത്ത്, ഈ തിരുഹൃദയ മാസത്തെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ 7 നിയോഗങ്ങൾ. ജീവിതാവസാനം വരെ ഈശോയോട് കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയണം എന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു വ്യക്തിപരമായ നിയോഗമാകണം. എൻ്റെ സർവ്വ കഴിവുകളോടും കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നത്, അനേകരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കണം എന്നത് നമുക്ക് വേണ്ടി തന്നെയുള്ള ഒരു നിയോഗമാണ്. വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെടണമെന്നത്, എൻ്റെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ശാന്തതയും ഹൃദയെളിമയുമുള്ള ഒരു ഹൃദയമായി തീരണമെന്നത് വ്യക്തിപരമായ നിയോഗമാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ, 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 ഈശോയെ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിൽ മരണമടഞ്ഞ 260-ലധികം വരുന്ന സഹോദരങ്ങൾ, അവരുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾ, അവരെല്ലാവരെയും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സ്വപ്നങ്ങൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുപോലെയായി തീർന്ന അനേകം കുടുംബങ്ങൾ, അവരുടെ കണ്ണുനീരുകളോടുകൂടെ നമ്മുടെ ഹൃദയം ചേർത്ത് വയ്ക്കാം. അവരുടെ രോദനങ്ങൾ, അവരുടെ നിലവിളികൾ, ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദിവ്യകാരുണ്യത്തിൽ നിന്നൊഴുകിയിറങ്ങുന്ന ആ കാരുണ്യരശ്മികൾ വേദന അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ സാന്ത്വനമായി, സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ചൂടായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിരാശയിലായിരിക്കുന്നവർ, കുറ്റബോധത്തിലായിരിക്കുന്നവർ, മാനസിക രോഗത്തിന് ചികിത്സയിൽ കഴിയുന്നവർ, തളർന്നു കിടക്കുന്നവർ, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർ, നാളെ ഓപ്പറേഷന് വേണ്ടി ഇന്ന് രാത്രിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ കഴിയുന്നവർ, മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങൾ, യുവതി യുവാക്കൾ,
സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി അന്വേഷിക്കുന്നവർ, വിദൂരങ്ങളിലും വിദേശങ്ങളിലും പഠിക്കുന്നതിനും ജോലിക്കുമൊക്കെ ആയിട്ട് പോയിട്ടുള്ളവർ പ്രാർത്ഥിക്കാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, ദുഃഖത്തിലൂടെ നിരാശയിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, എഴുതിയ പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ഈ പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യാശീർവാദം സ്വീകരിക്കാം. ഈശോയേ സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി ശിരസ് തറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ആ വിലയിലേക്ക് എടുത്തുകൊണ്ടുവന്ന ഒരു സഹോദരി ഇപ്പോൾ ഇവിടെ ദേവാലയത്തിലുണ്ട്. കട്ടിലിൽ പോലും എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ 2-3 ആഴ്ചകളായി, 1 മാസത്തോളമായി കിടപ്പിലായിരുന്ന സഹോദരിക്ക് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ദിവ്യബലിക്ക് ശേഷം സൗഖ്യം നൽകുകയും ഇപ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരു ചെടി വരെ നടക്കാൻ പറ്റുന്ന രീതിയിൽ സൗഖ്യം നൽകുകയും ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യം നമുക്ക് ഇപ്പോൾ കേൾക്കാം. നമ്മളെ അമ്മച്ചിയെ വിളിച്ചോ. ഇന്ന് പ്രഭാതത്തിൽ ദിവ്യബലിയുടെ സമയത്ത് ഈ സഹോദരി ഇവിടെ കട്ടിലിൽ കിടന്നാണ്, എഴുന്നേറ്റ് കസേരയിൽ ഇരിക്കാൻ പോലും പറ്റാതിരുന്നത് കൊണ്ട് കട്ടിലിൽ കിടന്നാണ് ദിവ്യബലിയിൽ പങ്കെടുത്തത്. ഇപ്പോൾ അതിനുശേഷം മണിക്കൂറുകൾ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ പേര് നിഷ. എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. കരിക്കോട്ടക്കരിയാണ് ഞങ്ങളുടെ വീട്. മമ്മിക്ക് നടുവേദനയായിരുന്നു കുറച്ച് നാളുകളായിട്ട്. നടുവിൻ്റെ ഡിസ്ക് MRI സ്കാൻ ചെയ്തപ്പോൾ നടുവിൻ്റെ ഡിസ്ക് ഇറങ്ങിപ്പോയതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് ഓപ്പറേഷനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇരിട്ടിയിലാണ് മമ്മിയെ കാണിച്ചത്. അപ്പോൾ ഡോക്ടർ അവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തി ഞങ്ങളോട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കോഴിക്കോട് പൊക്കോളാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് തീരുമാനം എടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത്. കട്ടിലിൽ മമ്മി കിടക്കുമായിരുന്നു കുറച്ച് ദിവസമായിട്ട്. തന്നെ ഏറ്റിരിക്കാനൊക്കെ മമ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലത്തെ വേദനയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഇവിടെ എത്തിയത്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ എടുത്തുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം മമ്മിയുടെ വേദന, ഇന്ന് ഞങ്ങൾ മമ്മിനെ ഓട്ടോയിൽ നിന്ന് എടുത്താണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഓട്ടോയിൽ കടന്നാണ് ഇങ്ങോട്ട് വന്നതും. ഇപ്പോൾ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മമ്മിയുടെ വേദന നന്നായിട്ട് കുറഞ്ഞു. ഇപ്പം നടക്കാനൊക്കെ പറ്റുന്നുണ്ട്.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. Praise the Lord. ലോഡ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു പ്രിയപ്പെട്ടവരെ, ഡിസ്ക് ഇറങ്ങിപ്പോയി. ഇരിട്ടിയിലുള്ള ആശുപത്രികളിലൊന്നും അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് BB മെമ്മോറിയലിലേക്ക് പോകണം എന്ന് പറഞ്ഞിരുന്നതാണ്. പൊക്കിയെടുത്തുകൊണ്ട് വന്ന് കട്ടിലിൽ പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് കുർബാനയുടെ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷകരൊക്കെ കൂടെയാണ് അല്ലേ കട്ടിലിൽ കൊണ്ടുപോയി പൊക്കിയെടുത്ത് കൊണ്ടുപോയി കിടത്തിയത്. ഇപ്പോൾ സ്വന്തമായി നടക്കാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ ഇരുന്ന് ഈശോയെ മണിക്കൂറുകൾ ആരാധിക്കാൻ പറ്റുന്ന രീതിയിൽ ഈശോ സുഖപ്പെടുത്തിയിരിക്കുന്നതിനോർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പറഞ്ഞു എല്ലാവർക്കും 1000 നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി ചൊല്ലാം. ഇറങ്ങി.